السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من يريد الله به خيرا يفقهه في الدين أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള നമ്മുടെ ഇവിടുത്തെ മുദരിസ് ഷരീഫ് ഹിക്കമി സഖാഫി അവർകൾ, ഉന്നത മതവിജ്ഞാന കേന്ദ്രമായ ഇന്ത്യയിൽ ഹിക്കമിയ മുദരിസ് മുഹമ്മദ് സഖാഫി, മറ്റിവിടെ ഒരുമിച്ചുകൂടിയ സയ്യിദന്മാർ, ആലിമീങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികളായ ആലിമീങ്ങൾ, ഇവിടെ ഇപ്പോൾ മതപഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മുഅല്ലിം സുഹൃത്തുക്കൾ, വിശേഷ ഇത്തരം വലിയൊരു സ്ഥാപനം ഇവിടെ നടത്തിവരുന്ന ഈ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ഒത്താശകളും സഹകരണങ്ങളും ഈ മുത്തലിമീങ്ങൾക്ക് നൽകുന്ന ഇവിടുത്തെ മുഴുവൻ മുസ്ലിമീങ്ങളായ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, മറ്റു സഹോദരന്മാർ, നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ രാത്രി പോക്കില്ല, വളരെ ക്ഷീണിതനാണ്. പക്ഷേ ദർശനമുള്ള ബഹുമാനം കൊണ്ടിട്ട് വരാമെന്ന് ഏറ്റതാണ്. എന്നിട്ടും ഇന്ന് 4-4:30 മണിക്ക് എൻ്റെ പ്രഷർ കംപ്ലീറ്റ് കുറഞ്ഞു പോയി. ഒന്നും കഴിയാത്ത അവസ്ഥ. ടെസ്റ്റ് ചെയ്തപ്പോൾ 190 വേണ്ട സ്ഥലത്ത് 100 താഴെ. എൻ്റെ മകൻ മൈസൂരിലാണ്, ഞാൻ ഫോൺ ചെയ്ത് അപ്പോൾ പറഞ്ഞു നല്ലോണം ഉപ്പ് കലക്കി കുടിക്കണം. അൽഹംദുലില്ലാഹ് അത് കുടിച്ച് ഇപ്പോൾ 2 പരിപാടിക്ക് പോയി 3-ാമത്തേന് വന്നതാണ്. ഒരു വീട് ഉദ്ഘാടനം, ഇത് കല്യാണം. ഇത് വളരെ പ്രധാനമാണ്. ഈ ദർസിൻ്റെ വർക്കത്ത് കൊണ്ടാണ് അല്ലാഹു ഈ ആഫിയത്തിന് വളരെ ക്ഷണിതനാണ്. മുമ്പത്തെ മാതിരിയല്ല. കഴിഞ്ഞവர்களെ ഇപ്പോൾ കാണിച്ചില്ല. ഞാൻ മദ്രാസിൽ പോയി, ചെന്നൈയിൽ പോയി പരിശോധിച്ചു. 47% എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിന്. ഷുഗർ കൊണ്ട്, ഉറക്കില്ലായ്മ, ഇങ്ങനെ പല അസുഖങ്ങളും. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും റബ്ബിലിസത്തിന് വേണ്ടി വളരെയേറെ തഖ്വ ചെയ്യാനുമുള്ള ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ഞാൻ നിങ്ങൾക്കും ദുആ ചെയ്യും. ഇവിടെ പ്രധാനമായി ഉള്ളത് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ മുദരിസ്, ഇവിടുത്തെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഒരു ദർസാണ് ഇവിടെ നടന്നു വരുന്നത്. ഞാൻ ഈ നാടുമായി വളരെയേറെ പരിചയമുള്ളത് കൊണ്ട് തന്നെ പഴയ കാലത്ത് തന്നെ ആ കാലത്തുള്ള ഉന്നതന്മാരായ ആലിമീങ്ങൾ, സയ്യിദന്മാർ, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ പുതിയാപ്പള, താജുൽ ഉലമയുടെ 3ാമത്തെ പുതിയാപ്പളയുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ജമലുല്ലൈലി തങ്ങൾ, നമ്മുടെ ഫസൽ ജമലുല്ലൈലിൻ്റെ അനുജൻ, ഇപ്പോഴുള്ള ജമലുല്ലൈലിൻ്റെ ആളാപ്പ, അവരും വടക്ക് ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും താജുൽ ഉലമാന്റെ പ്രധാന ആദ്യത്തെ ശിഷ്യനുമായിരുന്ന പൂജക്കട അബൂബക്കർ മുസ്ലിയാർ, അവരെ നമ്മളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ടാണ്. അവരെ ദറജ അള്ളാഹു വളർത്തി കൊടുക്കാറുണ്ട്.
അതുപോലെ ഇന്ന് ഹയാത്തുള്ള അബ്ദുറഹ്മാൻ ഫൈസി കറന്നൂർ അടക്കമുള്ള നല്ല നല്ല ആലിമ്യങ്ങൾ വലിയ ദർസ് നടത്തിയ ഒരു ദർസിന്റെ പാരമ്പര്യമുള്ള നാടാണ് ഈ ഉക്കടം എന്നുള്ള ഒരു കൊച്ചു ഗ്രാമം. അടുത്തടുത്ത് വലിയ സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ നിലക്കൊരു ഇൽമിന്റെ ആ ദർസ് എന്നുള്ളത് നിലനിർത്താൻ, പരമ്പരാഗതമായി മുറിയാതെ നിലനിർത്താൻ സാധിച്ചത് ഈ ജമാഅത്തിലെ ഉള്ളവർക്കാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജമാഅത്തിലെ മുസ്ലിമീങ്ങൾ അർഹിക്കുന്ന ഉന്നതമായൊരു ബഹുമാനമാണ്, ഒരു ഇസ്സത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെയും ഹബീബാൻ ഇബ്രാഹിങ്ങളുടെയും അനുഗ്രഹവും പൊരുത്തവും മാത്രമല്ല, മലായിക്കത്തിന്റെ അനുഗ്രഹം റഹ്മത്ത് വരെ ഈ നാട്ടിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം 10, 15, 20, ഇപ്പൊ ഇന്നത്തെ ഉസ്താദ് നമ്മുടെ വന്നതിന് ശേഷം 50 അതിൻ്റെ ഇറങ്ങി. പക്ഷേ ആരും എങ്ങനെ ഭക്ഷണം കൊടുത്ത് എങ്ങനെയായി ആരും ഈ നാട്ടിലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ അനുഗ്രഹമാണ്. അല്ലാഹു ബർക്കത്തും നിഅമത്തും അനുഗ്രഹം ഐശ്വര്യവും ഈ ദർസിനെ സ്നേഹിച്ച ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇൽമില്ല എങ്കിൽ നമ്മുടെ ദീൻ എങ്ങനെ നൽകും? അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅമലൂന യഅലമൂന വല്ലദീന ലാ യഅലമൂന. ഒരു ടേബിൾ കൊണ്ട് വെക്കുവാനുണ്ട്, ചെറിയൊരു ടേബിൾ. അല്ല, നിങ്ങൾ പിടിക്കല്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അല്ല. അപ്പൊ അറിവ് വേണം. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ആഖിറത്തിന്റെ ജീവിതത്തിന് മതപരമായ ഇൽമ് നോടിയേ തീരും. നേരെ മറിച്ച് ഭൗതികമായ ആവശ്യത്തിന് ഭൗതികമായ ഇൽമ് വേണം. ഇതെങ്ങനെയല്ല. ശാശ്വതമായ നമ്മുടെ ആഖിറത്തിന്റെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഇൽമ് വേണം, വിശ്വാസം വേണം, ഇബാദത്ത് വേണം. വിശ്വാസപരമായും കർമ്മപരമായുമുള്ള എല്ലാ ഇൽമുകളും നമുക്ക് പഠിച്ചേ തീരും. അത് പ്രാഥമികമായി നമ്മൾ മദ്രസയിൽ നിന്ന്, ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധികരിച്ച 4ാം ക്ലാസ് മദ്രസ. ഇന്നങ്ങനെയല്ല. അത് 8ാം ക്ലാസ്സായി, അത് 10ാം ക്ലാസ്സായി. ഇപ്പൊ സെക്കൻഡറി മദ്രസ PUC പഠിക്കുന്ന ഒരു കുട്ടി മദ്രസയിൽ 12ാം ക്ലാസ് പാസ്സാകും. അത് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയും. വളരെ ചുരുക്കം അത് വേണ്ടി അത്യാവശ്യമാണ്. അതിലുപരി അതിൻ്റെ PG എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുകളിൽ പഠിക്കുന്നത് അത് നമ്മുടെ ദീനിന്റെ നിലനിൽപ്പിനുള്ള പഠിപ്പാണ്. അതാണ് നമ്മുടെ ഈ ആലിമീങ്ങൾക്ക് നമ്മളിവിടെ സൗകര്യസ്ഥിതി പഠിപ്പിച്ചത്. ഇന്നിപ്പോ നിങ്ങളെ കണ്ടു, കുറേ പാസ്സായി വന്നവർക്ക് ഇവിടെ ആദരവ് നൽകി. ഇപ്പൊ ഇവിടുന്ന് പഠിച്ചതിന് കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് നേടാൻ സനദിന് പോകുന്നവരെ നമ്മൾ ബഹുമാനിച്ചു. അവരുടെ ജോലി എന്താ? അവരുടെ ജോലി അള്ളാഹുവിൻ്റെ ദീന നിലനിർത്തുക, അതിന് ഖിദ്മത്ത് ചെയ്യുക, അതിന് പ്രവർത്തിക്കുക. അവർക്കാണെങ്കിലോ അത് ഉന്നതമായ സ്ഥാനമാണ്. ഈ സമുദായത്തിൽ നിന്ന് നല്ലതിനെ അറിയിക്കുകയും നന്മയെ നിർദ്ദേശിക്കുകയും തിന്മയെ വിരോധിക്കുകയും ഖൈറിനെ ഉപദേശിക്കുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു സമൂഹം വളർന്നു വരണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. അത് ആലിമ്യങ്ങളാണ്. എന്താണ് നല്ലതും ചീത്തയും, സ്വീകരിക്കേണ്ടതാണ് വർജിക്കേണ്ടത് എന്താണ്,
എന്ന് മനസ്സിലാക്കേണ്ടവരവരാണ്. മാത്രമല്ല അവരെ വളരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. എൻ്റെ അടിമകളിൽ, എൻ്റെ സൃഷ്ടികളിൽ വളരെയേറെ എന്നെ ബഹുമാനിക്കുന്ന, എന്നെ ഭയപ്പെടുന്നവർ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവർ, എന്നെ അനുസരിക്കുന്നവർ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അതാണ് അടിമകൾ. അവരെ വളർത്തുകയും അവരെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും അവർക്ക് നേതൃത്വം നൽകുക, ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതില്ലാതെ കാലം വന്നാൽ മഹാനായ നബി ഈസ നബി അലൈഹിസ്സലാം വരെ 1,25,000 പ്രവാചകന്മാർ ഇവിടെ വന്നുവെങ്കിൽ ഈസ നബി അലൈഹിസ്സലാമിന് ശേഷം ഹബീബായ മുത്തനബിയുടെ കാലത്തിൻ്റെ ഇടയിലായി കുറച്ചു സമയം അതില്ലാതായി, പ്രവാചകന്മാരില്ലാതൊരവസ്ഥ. നിങ്ങൾ നോക്കി, നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുമായി 1400-1500 കൊല്ലത്തോളം ദൂരമാണ്. തൻ്റെ 23 കൊല്ലത്തെ സേവനം കൊണ്ടും ത്യാഗപൂർണമായ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടും അള്ളാഹു ഏൽപ്പിച്ച ദീന നിബിധങ്ങളെ ഏൽപ്പിച്ചു. സഹാബത്തെ ഏറ്റെടുത്തു. 63-ാമത്തെ വയസ്സിൽ ഹബീബായ നിബിധങ്ങൾ പോയി. നമ്മളിൽ നിന്ന് മറഞ്ഞുവെങ്കിൽ ഈ 1400 സമയം കൊല്ലങ്ങൾ ആയെങ്കിൽ ഇത്രയും കൊല്ലം ഈ പരിശുദ്ധ ദീന് എങ്ങനെ ഇവിടെ നിന്നു? ഇപ്പൊ കൺമുമ്പിൽ കാണുന്ന ഇസ്ലാമിന്റെ ചിട്ടയോട് കൂടിയുള്ള വേഷവിധാനം, ആലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, പൊതുജനങ്ങൾ വളരെ നല്ല നിലക്ക് ഒരു മാറ്റവുമില്ലാതെ, ഒരു കൂട്ടിച്ചേർക്കലോ ഒരു വെട്ടിത്തിരുത്തലോ ഉണ്ടായില്ല. അതുണ്ടായത് വിജയത്തിന്റെ അരികാലിൽ നിന്നാണ്. നമ്മുടെ ഇവിടെ ആടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലാഹു കാക്കട്ടെ. അവരാണ് കൂട്ടിച്ചേർക്കലും വെട്ടിക്കളയാനുമുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയത്. ഇഷ്ടമുള്ളത് ചേർക്കുകയും ഇഷ്ടമില്ലാത്ത കളയുകയും ചെയ്യാതെ നമുക്കില്ല. നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം ആദർശം അനുസരിച്ച് നബിതങ്ങളിൽ നിന്ന് സ്ഥാപികൾ വഴി ഇന്ന് വരെയും നമ്മുടെ മുമ്പിലാണ് മഹാനായ മാലിക് ദിനാറും സയ്യിദ് മുഹമ്മദ് ഖുറസി റളിയല്ലാഹു മാലിക് തങ്ങൾ കിടക്കുന്നത്. ആ കാലം വരെ വന്ന് അന്നും ഇന്ന് വരെയുള്ള വഴിയാണ് നമ്മുടെ വഴി. ആ വഴി ഇത്രയും കാലം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്ക് കാണുക, ഞങ്ങളെ കാണും, ഞങ്ങളൊക്കെ നന്നായി കാണും, ഞങ്ങൾക്ക് നിങ്ങളെ കാണും. ഈ അവസ്ഥ നിലനിൽക്കാൻ കാരണം ഇൽമാണ്, ആലിമീങ്ങളാണ്. വിവിധങ്ങൾ മുതൽ ഇന്ന് വരെയുമുള്ള ഇബാദത്തിലോ വിശ്വാസപരമായ കാര്യങ്ങളിലോ ആദർശങ്ങളിലോ അനുഷ്ഠാന ക്രമങ്ങളിലോ കർമ്മങ്ങളിലോ ഒരു വ്യത്യാസവുമില്ലാതെ അന്നും മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനകളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ നേതൃത്വത്തിലായി ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ദീന് നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു നിലനിർത്തട്ടെ. അതിലുള്ള പ്രധാനമായ കാരണമാണ് ഇൽമ്. ആ ഇൽമ് ഞാൻ കുറച്ച് പറയുമ്പോൾ സ്ഥാപനങ്ങൾക്ക് ബേജാറായി ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ സ്ഥാപനങ്ങളുടെ വേലിയേറ്റമാണ് പറയണ്ടേ, എന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമില്ല, ഞാൻ പറയാം. സ്ഥാപനങ്ങളുടെ വേലിയേറ്റമാണ് എങ്കിലും ഇന്നുള്ള മുഴുവൻ ആലിമീങ്ങളും, എൻ്റെ പ്രധാന ഉസ്താദാണ് മഹാനായ താജു ശരിയ ആലിക്കും ഉസ്താദ്. 6 കൊല്ലം ഞാൻ ഉസ്താദിനെ പഠിച്ചത്. പിന്നെ 3 കൊല്ലം താജുല്ലും, ഒരു 2 കൊല്ലം ശംസുല്ലുമായും കോട്ടുമൽ ഉസ്താദ്. അവരടക്കം ഇന്നുള്ള മുഴുവൻ ആലിമീങ്ങളും പള്ളി ദർസിൽ നിന്നാണ് പഠിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെയോ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം മുഖ്തസർ അടക്കം 3 കൊല്ലം, അതല്ലെങ്കിൽ മുത്തവ്വൽ മാത്രം 2 കൊല്ലം തഹ്സിലിന് പോയി എന്നല്ലാതെ ഇൽമ് മുഴുവൻ പഠിച്ച ദർസിൽ നിന്നാണ്. ആ ദർസ് ശോഷിക്കുന്നോ ഇല്ലേ എന്നുള്ള കാര്യം എന്നുള്ള ആലിമ്യങ്ങൾ മനസ്സിലാക്കണം.
ഉള്ള ദർസ് നിലനിർത്താൻ നോക്കണം. ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ദർസ് ഉണ്ടാക്കണം. അതങ്ങനെ എൻ്റെ അടുത്ത് വരും അധികം ആള് ജോലിക്ക് അല്ലേ, മുമ്പോലേക്ക് വരും. തങ്ങളുടെ ജോലി വേണം. എന്താണ് ഖത്തീബിനെ ജോലി പറ്റൂല, പിന്നെ സദറിന്റെ ജോലി പറ്റൂല, ഇനി എന്ത് വേണം? മുദരിസാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഖത്തീബാകണം, നിങ്ങൾ ഇമാമാകണം, നിങ്ങൾ സദറാകണം. എന്നിട്ട് ആ സ്ഥലത്ത് നിങ്ങൾ ദർസ് ഉണ്ടാക്കണം. ചിലപ്പോൾ നാട്ടുകാർക്ക് ദർശനെ പറ്റി അറിഞ്ഞെന്ന് വരില്ല. അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇൽമിന്റെ മഹാത്മ്യം മനസ്സിലാക്കി എത്ര മഹല്ലത്തുകൾ നോക്കി നമ്മളിങ്ങനെ നോക്കിയ 100 മഹല്ലത്ത് നോക്കിയ ഒരു 20 മഹല്ലത്തിന് ദർശനം ഉണ്ടാവും. വീട് എത്രയുണ്ടെന്ന് വെച്ചാൽ 200, 500, 1000. അപ്പൊ ചുരുക്കി പറയാം, ഞാൻ വിശദീകരിച്ച് കുറെ പറഞ്ഞു. ഹെക്കിമിയാണ് ഉസ്താദ്, നമ്മുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സമസ്തന്റെ നമ്മുടെ ജനറൽ സെക്രട്ടറി, ഉന്നത പണ്ഡിതനും വളരെ പ്രധാനപ്പെട്ട തഹ്ഖീഖുള്ള പണ്ഡിതനായ മഹാനായ പൊന്മള ഉസ്താദ് ഒരുപാട് കാലമുള്ള ആഫിയത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മുദരിസാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു. അവിടെ പോയി നിങ്ങൾ ഭക്ഷണം കൊടുത്ത്, നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്ത് അവർ പഠിച്ച് തഹ്സീലിൽ പോയി വലിയ ആലിമ്യങ്ങളെ മുമ്പിൽ നിന്ന് അവർ പഠിച്ചു. അതാണ് ഹിക്കമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സക്കാഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഅദി എന്ന് പറയുന്നത്. അതൊരു തഹ്സീൽ. പിന്നെ അവർക്ക് അതുകൊണ്ട് ഇൽമ് ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇൽമ് നല്ല കർത്തങ്ങനത്തെ കൂട്ടും മുട്ടും ഒരു തലയിൽ കെട്ടും ഒരു കടലാസും കൊട്ടും. അപ്പൊ തീർന്ന് എന്ന് വിചാരിച്ചുകൊണ്ട അല്ലേ നബിയെ തങ്ങൾ എന്നോട് ഇൽമ അധികരിപ്പിക്കാൻ എനിക്ക് തേടണമെന്ന് മുത്തുനബി ഞങ്ങളോട് അല്ലാഹു പറയും. നബി ഞങ്ങൾ പറയുന്ന മദീനത്തുൽ ഇൽമി ബാബുഹ, ഞാനാണ് ഇൽമിന്റെ സാമ്രാജ്യം, എന്നിൽ നിന്നാണ് ഇൽമ പ്രവഹിക്കുന്നത് എന്ന് പറഞ്ഞ നബി ഞങ്ങളോടും അള്ളാഹു പറഞ്ഞത് ഇൽമ അധികരിക്കാൻ വേണ്ടി തേടണം. അപ്പൊ ഈ തഹ്സീൽ എന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. തൽക്കാലം വേണ്ട നമുക്കത് ജീവിക്കണ്ടേ, ജോലി ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മൾ നിർത്തുന്നല്ലാണ്ട് പഠിപ്പിനൊരു പൂർണ്ണതയെത്താനായി ഒരുപാട് മുത്താല ചെയ്യാനുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട്, എത്രയോ ഉണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അത് മുത്താലിമയോട് സംസാരിക്കുമ്പോൾ പറയാം. ഇപ്പോ സമയമില്ല എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് പഠിക്കണം, നല്ലോണം പഠിക്കണം. അറിഞ്ഞാ ഇപ്പൊ കുറെ പഠിപ്പുണ്ട്, പറയണ ഞാൻ പോന്നു. ഇപ്പൊ പഠിക്കേ ഒരു കയ്യിൽ കിതാബ് പുസ്തകത്തിന്റെ പോകുമ്പോഴോ കിതാബിന്റെ ലാസ്റ്റ് പേജിന്റെ ആ ബോർഡില്ലേ എന്തായാലും പറയാ തട്ടി അതിന്റെ ഭാഗം തുറഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടാവും, അതിന്റെ വെള്ളം ഉണ്ടാവും, പാസ്പോർട്ട്. കാരണം എപ്പോ വിസ വരുന്ന എപ്പോ പോന്നേന്ന് പുസ്തകത്തിന് ഓതുകയും ചെയ്യുന്നു, വിസ കാക്കുകയും ചെയ്യുന്നു, എൽമ കിട്ടാതാവും. അതാണ് അവസ്ഥ. അതല്ലെങ്കിൽ വേറൊന്നും അത് പറ്റില്ല. അങ്ങനെ റിഷാദ് ഉസ്താദ് സമ്മാൻ താലിബിനുണ്ട്. അതും ഇപ്പൊ ഉണ്ടാന്നറിയാം. നമ്മളെ താലിബ് പഠിപ്പിക്കണം കുട്ടികൾ, അതൊക്കെ പഠിപ്പിക്കണം, അതൊക്കെ വേണം തസവുഫിൻ്റെത്. അപ്പൊ അതൊക്കെ വേണം. നമ്മൾ ഒന്നും ഉണ്ടായിരുന്നു, കുറച്ച് ടൈം വേണം, കൺട്രോൾ ചെയ്യുന്ന ഉസ്താദിന്റെ എത്ത് വേണം. കുറച്ച് ടൈം വേണം. ഇത് ഈ ദർസിൽ വന്ന് 6 മാസം വരുമ്പോൾ ഉസ്താദിന്റെ ശൈലി ശരിയില്ല, ശൈലിയുള്ള വേറെ ദർസിലേക്ക് പോവാ, അവിടെ 6 മാസം. പിന്നെ ഒരു പള്ളിയിൽ വന്ന് അവിടെ 2 ടീമുണ്ട്, ഒരു ടീം കത്തുന്നില്ല, ഞാൻ പോകുന്നുണ്ട്, 4 ടീമുള്ള കുടിയേക്ക്. ഇങ്ങനെ ആകുമ്പോൾ എൽമ കിട്ടൂല. എൽമിന് വളരെയേറെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് സൗകര്യങ്ങൾ ഇങ്ങനെ ഏറി വരുന്നു, അത് കാണുമ്പോൾ പേടിയാന്ന്. സൗകര്യത്തിലേക്ക് നമ്മൾ ആകർഷിക്കാൻ പാടില്ല. വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് പഠിക്കണം. എത്രയോ ദൂരങ്ങളിൽ പോയിട്ട് ഇപ്പം എത്ര സൗകര്യമുണ്ടോ. ഞാൻ ഉള്ളാൾ തോന്നുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ പേര്, കല്ലാപ്പ് അല്ലേ? കല്ലാപ്പിൻ്റെ പള്ളിയില്ലേ റോഡ് സൈഡിൽ, എല്ലാവർക്കും അറിയാം. അതിൻ്റെ നേരെ അക്കര
കല്ലാപ്പിലെ പള്ളി കഴിഞ്ഞാൽ റെയിലാണ്, റെയിൽ കഴിഞ്ഞാൽ റെയിൽവേ ലൈൻ കഴിഞ്ഞാൽ അപ്പുറം ആടക്ക് പേര് ഇതിപ്പോൾ എനിക്ക് മറന്നുപോയി, ആലാളുണ്ട് എന്തോ പറയും, അവിടെയാണ് ഉച്ചക്കും രാത്രി ഭക്ഷണം. എത്ര ദൂരത്ത് നടന്നിട്ട് പോകണം, അങ്ങനെയൊക്കെ പോകണം. ഇപ്പം ഒന്നും പോലില്ല. ഇനിയും പറഞ്ഞാൽ ഇതൊക്കെ ഭേദമായി പോണ്ട. ഒരു കുട്ടിയോട് ചോദിക്കും, നീടെ പഠിക്കുക? ഞാൻ കോളേജില്ല. ഉസ്താദ് അനുമാനം പ്രിൻസിപ്പാള് പൊന്മളയാ, അവിടെ ഇംഗ്ലീഷ്. പിന്നെ ഞാനൊരു സ്റ്റുഡൻസാ, അവിടെയും ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അത് ഇബിലിസ് എന്ന് പറയണം. കാരണം ഒരു മുത്തല്ലിം എന്ന് പറയാൻ നാണക്കേട്, ഉസ്താദ് എന്ന് പറയാൻ നാണക്കേട്, പള്ളി ദർസ് പറയാൻ നാണക്കേട്, ലജ്ജ. അത് വന്നുകൊണ്ട് അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി പള്ളിയിൽ ദർസിൽ നിന്ന് പഠിക്കുകയും ഒരു 3-2 കൊല്ലം പഠിക്കാനുള്ള നിലക്ക് ഉന്നതമായ ഒരു കലാലയത്തിൽ ചേർന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് മറ്റു നിങ്ങളെ സേവന രംഗത്തേക്ക് നീങ്ങുക. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പഠിച്ച അല്ലെങ്കിൽ ഉസ്താദിന്റെ പഠിച്ച നിരവധി മുത്താലിമ്യങ്ങൾ, ആലിമ്യങ്ങൾ, അവരത്തിന് 35-40 മുത്താലിമ്യങ്ങൾ പഠിക്കുന്ന മുദരിസന്മാരുണ്ട്. അതുമല്ല, അതൊരു ബ്രാഞ്ച് പോലെ കിടക്കാർക്ക് അറിയില്ലായിരുന്നു. അത് ഇംഗ്ലീഷിൽ പറയണം. എന്താ അത്? യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഇവിടുത്തെ ദർസത് യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കോളേജ് ഉണ്ടാവും. കോഴിക്കോട് ഇവർക്കെല്ലാം അറിയാമല്ല, ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിലായിട്ട് 10-20 കോളേജുകൾ ഉണ്ടാവും. എൻ്റെ ഓഫീസാണ് യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ ദർസ് 5-10 ദർസുകൾ ഇവിടുന്ന് പഠിച്ച് മുത്താലിമ്യങ്ങൾ, ഉസ്താദിനൊക്കെ മുത്താലിമ്യങ്ങൾ അവർ തഹസീലായി അവർ നടത്തുന്ന ദർസുകളുണ്ട്. അപ്പം അത് ഇതിലേക്ക് അഫിലിയേറ്റ് ചെയ്യുമെന്ന് പറയേണ്ടി വരും. ഇത് യൂണിവേഴ്സിറ്റിയാണെന്ന് പറയേണ്ടി വരും. മൊഹീസുന്ന യൂണിവേഴ്സിറ്റി ഉക്കിട എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് അനുഭവമാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊക്കെ സംസാരിക്കാനുണ്ടാവും. ഇത്തരം ആഫിയത്ത് നൽകി അള്ളാഹുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നു. അൽഹംദുലില്ലാഹ് ഈ ദർസ് നിലനിർത്തണം. ഈ നാട്ടുകാർ അതിനുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം തെറ്റാൻ എവിടെ പോയി പ്രശ്നമുണ്ടല്ലോ, അങ്ങനെയല്ലേ? തങ്ങ പറഞ്ഞിട്ട് എന്ത് അനങ്ങൂല. അതേ നിലക്ക് നിങ്ങൾ പോയത് കൊണ്ട് ഇജ്ജത്തുണ്ടായി. ഇനിയും പോയാൽ ഇജ്ജത്തുള്ളൂ. പക്ഷെ എനിക്ക് ആഫിയത്തില്ല. ദുആ ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് എനിക്ക് ഉറക്കു ചെയ്യാൻ തീരെ പാടില്ല. ഞാൻ വിരമിക്കുകയാണ്. അള്ളാഹു സലാമത്തിലാകട്ടെ. اللهم ربي الصلاة والسلام ربي زدنا علما وعلما وفهما وأدبا وعقلا كاملا ربي تمم الخير والسعادة. اللهم ارزقنا علما نافعا وعلما هبيا وعلما كشفيا وعلما الدنيا. اللهم اجعلنا من علماء الآخرة. اللهم اجعلنا من علماء الآخرة ولا تجعلنا من علماء السوء. اللهم اجعلنا من المتعلمين الصالحين الذين يطمئن بوجهك الكريم. اللهم افتح أبواب رحمتك. اللهم افتحنا فتحا قريبا. اللهم بارك لنا فيما نحن فيه بركة تامة كما باركت. اللهم افتحنا قرية من المسلمين والمسلمات أبواب الخير وأبواب البركة وأبواب الرزق وأبواب السلامة وأبواب العافية. اللهم يسر أسيرنا وسهل أمورنا وقل هوائجنا واشف أمراضنا أمراض مرضانا أمراض أوصانا بالدعاء فاشفها يا شافي الأمراض. اللهم ربنا آتنا خير الدنيا واصرف عنا شر الدنيا. اللهم وفقنا لما تحب وترضى. اللهم وفقنا للتعليم والتعليم. اللهم وفقنا لخدمة دينك الإسلام. اللهم وفقنا لما صنع بالدعاء حج بيتك الشريف الحرم وارزقنا وإياه زيارة نبيك أبيك سيد المصطفى محمد صلى الله عليه وسلم بالمرارة كرات بعد مرات. اللهم اغفر لنا ذنوبنا جميعا إنك أنت الغفور الرحيم. اللهم اجعلنا من عبادك الصالحين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة ربنا تقبل منا إنك أنت السميع. آمين برحمتك يا موسى. അതുപോലെ ഇവിടുത്തെ മുദരിസിന്റെ ശിഷ്യന്മാർ കുറേ ആളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികൾ. അവരൊക്കെ നല്ല നല്ല ആലിമ്യങ്ങളാണ്. അവരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന മുത്തലിമ്യങ്ങളുണ്ട്. അവർക്കെല്ലാം വളരെയേറെ കൃതജ്ഞതയും നന്ദിയും പ്രകാശിപ്പിക്കുന്നതോടൊപ്പം
നിങ്ങൾ പഠിച്ച നിങ്ങളെ ഭക്ഷണത്തെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താം. ഈ ജമാഅത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാ ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളും ദുആ ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുന്നു. അത് നിങ്ങൾ ചെയ്യുന്ന ശുക്റാണ്. അവർക്ക് മറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാ സൗകര്യം അവർ ചെയ്യുന്ന. നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരോട് ശുക്ർ ഉണ്ടാകുക, ആ ജമാഅത്തോട് ഞങ്ങൾക്ക് നന്ദി ഉണ്ടാകുക. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.